ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഹോളിഡേക്ക് പോയ ട്രിപ്പാണിത്. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. ആദ്യം ഇവിടെ പോകണമെന്നൊരു പ്ലാനേ ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആദിയോഗിയുടെ സ്റ്റാച്ചു കാണാൻ പറഞ്ഞു. നമ്മളൊരു ഉച്ച സമയം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങിയത്. നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ എത്താറായപ്പോഴേക്കൊരു 3 മണിയൊക്കെ ആയി. വെയിലുണ്ടായിരുന്നു അത്യാവശ്യം. അവിടെ ചെന്ന് ദൂരെ നിന്ന് ഇങ്ങനെ സ്റ്റാച്ചു കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ആദ്യമേ നമ്മൾ കാണുന്ന തൃശ്ശൂലമാണ്. ഇതിനകത്ത് തന്നെ അമ്പലമൊക്കെ ഉണ്ട്. ചെളി എങ്ങാണ്ട് ചന്ദനമായിട്ട് ഒരു വെച്ചേക്കുന്നത്. പക്ഷേ അമ്പലത്തിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ മോള് നല്ല കുറുമ്പി എനർജി ആയിട്ടൊക്കെ ഇരുന്നെയാണ്. പിന്നെ നമ്മളവിടെ അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു അമ്പലമുണ്ട്. അവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് കയറി തൊഴുത് ഇറങ്ങാം. പിന്നെ സ്റ്റാച്ചുവിൻ്റെ അടുത്തുനിന്ന് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. ഇവിടെ നല്ല ധ്യാനിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. നമ്മളതെല്ലാം ഇങ്ങനെ കേട്ട് മോള് തന്നെ സൈലൻ്റായിട്ട് ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നന്ദീശ്വരൻ്റെ വലിയ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. നമുക്കതെല്ലാം കണ്ട് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ മഹാദേവൻ്റെ ഈ താഴെയായിട്ടാണ് അമ്പലം. ഇതിനകത്ത് പൂജയും എല്ലാം കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ ഒന്ന് മാറി നമ്മളിതെല്ലാം ആസ്വദിക്കുമായിരുന്നു. നല്ല വൈബായിരുന്നു അവിടെ ഇരിക്കാനും. കാറ്റും നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു അവിടെ നിന്ന് കാണുമ്പോഴെല്ലാം. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന്. എൻ്റെ മോള് വാമി നല്ല ഉറക്കമായി. ഇതെൻ്റെ ഹസ്ബൻഡ് വിഷ്ണു, ഇതെൻ്റെ കൂട്ടനും മിഥുൻ, അതെൻ്റെ കൊച്ചച്ഛൻ്റെ മോൻ കണ്ണൻ. ഞങ്ങളെല്ലാം കൂടിയാണ് യാത്ര വന്നത്. ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് നൈറ്റ് ഷോ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇനി പോന്ന് അവിടെ നിന്ന് പടിയേറി മണ്ടയ്ക്ക് വരെ നമുക്ക് കയറി ചെല്ലാം. മഹാദേവൻ്റെ കഴുത്തിൽ രുദ്രാക്ഷത്തിൻ്റെ വലിയൊരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കത് അടുത്തുനിന്ന് കാണുമ്പോഴേ അതിൻ്റെ ഭംഗിയായിരുന്നു. കുഞ്ഞു കുഞ്ഞ് രുദ്രാക്ഷങ്ങൾ ചേർത്ത് വലിയൊരു മാലയായിട്ട്. നമ്മളവിടെ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷേ വെയിലായിരുന്ന സമയമായതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതിനടുത്തായിട്ട് മഹാദേവനും കുടുംബത്തോടുള്ള ഒരു സ്റ്റാച്ചു വെച്ചാൽ നമ്മളും കാറിൽ വെച്ച് എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു. പക്ഷേ ഒരു സങ്കടം ഉള്ളായിരുന്നു. നമുക്ക് ലേസർ ഷോ കാണാൻ പറ്റില്ല. നൈറ്റ് ലേസർ ഷോ ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി പോകണം. നമ്മുടെ കുഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു നമ്മളോട് ഇരുന്നത്. നമ്മൾ പോയ റൂട്ട് ബാംഗ്ലൂർ എയർപോർട്ടിന് അടുത്തായിരുന്നു. അതുകൊണ്ട് ഇതുപോലൊരു മനോഹരമായ കാഴ്ച കാണാനും പറ്റി. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ എത്തിയപ്പോഴേക്കും ഒരു 8 മണിയൊക്കെ ആയി. കാരണം രാത്രിയായി കഴിഞ്ഞാൽ ബാംഗ്ലൂർ നല്ല ബ്ലോക്കാണ്.